ജോയിസ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത് പഞ്ചാബിൽ നിന്ന്. പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയിസ് ടിവിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ ഒത്തിരി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ കേൾവിക്കാർക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്നും കർത്താവിൽ ആശംസിക്കുന്നു. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലാവുന്നു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളുടെ ദാസിയും അടിയനും തിരുസന്നിധിയിൽ കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളുടെ മഹാസാന്നിധ്യത്തിനുള്ളിലും ഞങ്ങളെ അല്പസമയം ഇരുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ദാസിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയുടെ ഹല്ലേലൂയ വായോടും നാവോടും കൂടെ കർത്താവ് ഇരിക്കണമേ. തൊണ്ടയ്ക്ക് ചില അസ്വസ്ഥതയുണ്ടെന്നാൽ പൂർണ്ണമായൊരു സൗഖ്യം കർത്താവ് ഹല്ലേലൂയ കർത്താവോടൊന്ന് കൽപ്പിക്കണമേ. സാക്ഷ്യം പറയുവാനുള്ള എല്ലാ ബലവും ശക്തിയും ദൈവം പകർന്നു കൊടുത്താട്ടെ. കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ദേവദാസിക്ക് സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. എവിടെ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ അത് നമ്മുടെ കേൾവിക്കാരുടെ ജീവിതത്തിൽ ദേവദാസി ഒന്ന് മനസ്സിലാക്കുന്നതിനിടയായി തീരും. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഞാൻ സോറി, മലയാളത്തിൽ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്ന എങ്കിലും സോറി. ഞാൻ ദൈവത്തിന് മഹത്വം കൽപ്പിക്കുകയാണ്. പിന്നെ ജോയിസ് ടിവിയിലേക്ക് എന്നെ വിളിച്ച ജോയിസ് ടിവിയോടും അതോടൊപ്പം തന്നെ ദൈവദാസിയോടും അതോടെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടുമുള്ള എൻ്റെ സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് പൽക്കാലം നിങ്ങളോടൊന്നിച്ച് എനിക്കായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഇപ്പോഴായിരിക്കുന്നത് പഞ്ചാബിൽ ജീരപൂർ എന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത്. ചണ്ഡീഗഡിലാണ് ഞങ്ങളുടെ വേല. ഞങ്ങള് കഴിഞ്ഞ 23 വർഷമായിട്ട് ചണ്ഡീഗഡിനെ ആസ്പദമാക്കി ചണ്ഡീഗഡ് 45 സെക്ടറെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ വേല ചെയ്യുന്നു. ഞാൻ ജനിച്ചത് കേരളത്തിലെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗ്രാമത്തിലെ തൈക്കാടിശ്ശേരി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. എൻ്റെ പഠനമെല്ലാം അവിടെയായിരുന്നു. ഞങ്ങളുടെ ഭവനത്തില് ചാച്ചനും അമ്മയും ഞങ്ങൾ 5 മക്കൾ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ മൂത്തത് ഒരാങ്ങള, 2 അനിയത്തിമാര്, ഇളയത് ഒരു ആങ്ങള, അങ്ങനെ ഞങ്ങൾ 5 മക്കളാണ്. ഞങ്ങളൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ചാച്ചൻ നല്ല ഭക്തനായിരുന്നു. ചെറുപ്രായത്തിലെ എൻ്റെ ചാച്ചൻ്റെ പപ്പ മരിച്ചത് കൊണ്ട് 9 വയസ്സ് തൊട്ടേ ജോലിയൊക്കെ ചെയ്യുന്നെങ്കിലും അധികം പഠിപ്പൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ബൈബിള് വായിക്കുന്ന കാര്യത്തിൽ എൻ്റെ ചാച്ചൻ ഒരു ദിവസം പോലും മുടക്കത്തില്ലായിരുന്നു. ആ സമയത്ത് കത്തോലിക്കക്കാരുടെ ഭവനങ്ങളിലൊന്നും ബൈബിൾ ഇല്ലാത്ത സമയമാണ്. പക്ഷേ എൻ്റെ ചാച്ചൻ്റെ കയ്യിൽ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, പുതിയ നിയമം. ആ പുതിയ നിയമം എല്ലാ ദിവസവും വായിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതലേ ഞങ്ങളെ ഒരു ഭക്തരായിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ചാച്ചൻ എങ്ങനെ ഭക്തനായിരുന്നു അതുപോലെ ആ ഭക്തിയിൽ ദൈവം എന്നെയും വളർത്താനായിട്ട് ഇടയാക്കി. യേശുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞില്ലെങ്കിൽ പോലും ചെറുപ്രായത്തിൽ തൊട്ട് തന്നെ ഞങ്ങളുടെ ഭവനത്തില് ബൈബിൾ വായനയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ ആ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ചാച്ചൻ ഒരു ചാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനാണ്. ഈ മീനിന്റെ ബിസിനസ് ആയിരുന്നു എൻ്റെ ഫാദറിന്റെ തൊഴില്. ചെറുപ്പത്തില് നല്ല ഒരു മീഡിയം ലെവലില് നല്ല ലെവലിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ഭവനം പോയിക്കൊണ്ടിരുന്നത്. എനിക്കൊരു 8 വയസ്സുള്ള സമയമാകുമ്പോഴേക്കും
ഞങ്ങൾ മണർകാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി. ഒരു നേർച്ച, എന്ത് നേർച്ചയാന്ന് എനിക്കറിയില്ല, അത് കഴിച്ചിട്ട് വന്നതിന് ശേഷം ഞങ്ങളുടെ ഭവനത്തിന്റെ സ്ഥിതിക്ക് വ്യത്യാസം എന്ന് വെച്ചെന്നാൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ഭവനം താഴത്തോട്ടാകാൻ തുടങ്ങി. ഭൗതികമായ എല്ലാ നിലകളിലും ഞങ്ങൾ താഴത്തോട്ടായി. ഞങ്ങളുടെ ഭവനത്തിൽ അന്ന് 2 വള്ളം ഉണ്ടായിരുന്നു. പക്ഷേ 2 വള്ളം വിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഭവനത്തിന്റെ ഭൗതികമായ എല്ലാ തലങ്ങളും താഴത്തോട്ട് പോയി. ചാച്ചൻ അതുവരെയും മദ്യപിക്കത്തില്ലാത്ത വ്യക്തിയായിരുന്നു. പക്ഷേ ചാച്ചൻ മദ്യപിക്കാൻ തുടങ്ങി. ഭവനത്തിനകത്ത് സ്വസ്ഥത കെടാൻ തുടങ്ങി. ഭവനത്തിൽ ഒരു രീതിയിലും ജീവിച്ചു പോകാൻ പറ്റാത്തൊരനുഭവം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായി. കാരണം ഈ മദ്യപാനം മാത്രമല്ല, അല്ലാതെയും 4 തരത്തിലുള്ളതായ ഈ ഇങ്ങനെ മരുന്നുകൾ എന്തെല്ലാം ഉപയോഗിച്ച് പല രീതിയിലുള്ള ഇതിൽ കഴിഞ്ഞു പോകുന്നതുകൊണ്ട് ചാച്ചന് കുടുംബത്തിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുമെങ്കിലും ഭയങ്കര വഴക്കും ബഹളവുമായി ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും അശാന്തിയുടെ അവസ്ഥയായിരുന്നു. സമാധാനമില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥ. എങ്കിലും ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്ക് ഒരു 13 വയസ്സൊക്കെ ആകുന്ന സമയത്ത് എനിക്കൊരു ചെറുപ്രായത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഞാൻ വളരെ ഭക്തയായത് കൊണ്ട് എനിക്ക് ആ സമയത്തെ ഭക്തിയിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും എല്ലാ കുഴിമാടങ്ങളിൽ പൂവൊക്കെയും പറിച്ചുകൊണ്ട് വെക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പള്ളി സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു 13 വയസ്സ് ആകുന്ന സമയത്ത് എനിക്ക് ഒരു അസുഖം വന്നു. അസുഖം എന്ന് പറഞ്ഞാൽ അപ്പൻഡിക്സിന്റെ അസുഖമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് അത് മനസ്സിലാക്കാൻ പറ്റാതെ കൊണ്ട് വളരെ ഞാൻ രോഗിയായി. 7ാം ക്ലാസ് വരെയുള്ള പഠിത്തം എനിക്ക് നല്ല രീതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിലോട്ട് ഞാൻ കയറുന്ന സമയത്ത് എൻ്റെ പഠനം സംബന്ധമായി എനിക്ക് ബുദ്ധിമുട്ടായി തീർന്നു. കാരണം ഒരു വ്യക്തി എനിക്ക് കുടിവെള്ളത്തില് ഈ മന്ത്രവാദം ജപിച്ച് അത് നമ്മൾ അറിയാതെ നമുക്ക് തന്നതുകൊണ്ട്, കാരണം അവിടുത്തെ ആ ചേച്ചി എപ്പോഴും പറയുമായിരുന്നു നീ പഠിച്ചൊരു ഡോക്ടറാകും എന്ന് പറയുമായിരുന്നു. പക്ഷെ ആ ചേച്ചിയുടെ മോളും എൻ്റെ പ്രായക്കാരത്തിയായിരുന്നു. അപ്പൊ അവർക്ക് എന്തോ അറിയത്തില്ല, അവരുടെ അകത്ത് അങ്ങനെ ഒരു ചിന്ത വന്നത് കൊണ്ടാണോ അവരുടെ വീട്ടിലെ ഒരാൾ തന്നെ എനിക്ക് ആ വെള്ളത്തിൽ ഇങ്ങനെ തന്നു. അതിനുശേഷം ഞാൻ എപ്പോഴും രോഗിയായി. 13ാമത്തെ വയസ്സിൽ ഞാൻ 1 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ലാസ്റ്റ് അപ്പൻഡിക്സിന്റെ അസ്വസ്ഥതയാണെന്ന് മനസ്സിലാക്കി അവര് മരിക്കത്തക്ക അവസ്ഥ വന്നപ്പോഴേക്കും അവരെനിക്ക് ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം അതിനുശേഷം സുഖമായി വന്നെങ്കിലും പിന്നെയും എനിക്ക് പല അസുഖങ്ങളായിരുന്നു. 5 വർഷത്തോളം എനിക്ക് അറിയത്തില്ല, എനിക്ക് എൻ്റെ ശരീരത്തിന് പല രീതിയിലുള്ള അസുഖങ്ങളായി ഞാൻ ഭാരപ്പെട്ടു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മശക്തി കുറയാൻ തുടങ്ങി. 10ലേക്ക് വന്നപ്പോഴേക്കും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ എപ്പോഴും അസ്വസ്ഥതകളാണ്. പക്ഷെ ഈ 9ാം ക്ലാസ്സിൽ ഇത്രയും ഈ സമയങ്ങളിലെല്ലാം എൻ്റെ ഭക്തിയിൽ ഞാൻ ഒന്നുകൂടി ദൈവമാണെന്ന് അറിയത്തില്ലെങ്കിലും എന്താണെന്ന് അറിയത്തില്ലെങ്കിലും ഒരു ഭക്തിയായിരുന്നു. അപ്പൊ ആ ഭക്തിയിൽ വളരുമ്പോൾ എൻ്റെ അകത്ത് എനിക്ക് സുവിശേഷം പറയണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പള്ളിക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ അവിടെ അച്ഛൻ എന്താണ് പറഞ്ഞെന്ന് അറിയത്തില്ല, പക്ഷേ നോർത്ത് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹം വന്ന് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷം പറയണോ. അന്ന് ഞാൻ ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് നിന്ന് ഒരു തീരുമാനമെടുത്തു, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് സുവിശേഷം പറയുമെന്ന്. എന്തുവാ സുവിശേഷം എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഞാൻ സുവിശേഷം പറയുമെന്ന് അങ്ങനെ തീരുമാനമെടുത്തു. 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു വെക്കേഷൻ ക്ലാസ്സിൽ വെച്ച്
ടീച്ചർ ചോദിച്ചു, ഞങ്ങൾ 26 പിള്ളേരുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ യേശുവിനെ കുറിച്ച് അവര് പറഞ്ഞ് കവലയിൽ പോയി നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയാൻ തയ്യാറുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ എല്ലാവരും കൈപൊക്കി, ഞാൻ ഒഴിച്ച്. പക്ഷേ അതിനു മുൻപ് ഇങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ ടീച്ചർ ചോദിച്ചു സ്വർഗത്തിൽ പോകാൻ ഉള്ളവരൊക്കെ കൈപൊക്കാൻ പറഞ്ഞപ്പോ ഞാനും വന്ന് കൈപൊക്കി. പക്ഷെ അതിനുശേഷം ആ ടീച്ചർ പറഞ്ഞ് സ്വർഗത്തിൽ പോകുമെന്ന് എന്താണ് ഉറപ്പെന്ന് ചോദിച്ചു. അത് കേട്ടത് കൊണ്ട് ഇപ്പോൾ പ്രസംഗിക്കുന്ന കാര്യം ചോദിച്ചപ്പോഴേക്കും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അതിനുശേഷം ടീച്ചർ പറഞ്ഞു, നിങ്ങളിപ്പോ 26 പിള്ളേരല്ലേ ഉള്ളൂ, ഇവിടെ വെച്ച് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് യേശുവിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. എന്താ ഞാൻ പ്രസംഗിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്നേരം എനിക്ക് ആ ചെറുപ്രായത്തിൽ എനിക്ക് കന്യാസ്ത്രീ ആകണം, അങ്ങനെ ചെയ്താലേ എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്താണ് സുവിശേഷ വേല എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തില് ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യക്ക് വേണ്ടി ഉപവസിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. ഞാൻ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം വരെയും ആഹാരം കഴിക്കാതെ ഉപവസിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല, ഓർമ്മയില്ല. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഉപവസിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ അതൊക്കെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ദൈവമാണ് എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് നന്നായി ബോധ്യം വരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ പറയുമായിരുന്നു, ഇവള് രാവിലെ പകല് മുഴുവൻ പട്ടിണി ഇരിക്കുക, എന്നിട്ട് വൈകിട്ട് വന്ന് കഴിക്കുമെന്ന് പറയുമായിരുന്നു. പക്ഷേ ആ സമയങ്ങളിൽ അങ്ങനെ ചെയ്തത് കൊണ്ട് ഇപ്പോഴെനിക്ക് ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒന്നുകൂടി ദൈവത്തിന്റെ എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയും ദൈവം എന്നെ അതിനു വേണ്ടിയിട്ട് ഒരുക്കിയതാണെന്നും ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നു. അതിനുശേഷം എൻ്റെ ജീവിതത്തില് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എക്സാം എഴുതുവാൻ കഴിയാതെ ഞാൻ വളരെ ക്ഷീണിതയായിപ്പോയി. കാരണം എൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ട് എനിക്ക് എഴുതിയിരിക്കുന്നത് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. ടീച്ചർമാരെല്ലാം എന്നെ എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞു, ലാസ്റ്റ് എക്സാം എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു സാറ് മാത്രം, എനിക്കാണെങ്കിലും എന്നിൽ തന്നെ ഒന്നും ചെയ്യാനുള്ള ആഗ്രഹം ഇല്ലാതായി. കാരണം എൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാകുന്ന, ശരീരമെല്ലാം എപ്പോഴും രോഗത്താൽ ഞാൻ ഭാരപ്പെടുന്ന അനുഭവമാണ്. അങ്ങനെ ഇരിക്കെ അന്ന് എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, നീ എക്സാം എഴുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം, എനിക്ക് പോലും വിശ്വാസം ഇല്ലായിരുന്നു, പക്ഷെ എഴുതി. ഒരുവിധം മാർക്കോടെ എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ എൻ്റെ 1 വർഷം കൂടി നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അതിനുശേഷം ആ സമയത്ത് ഞാൻ 8ാം ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത സഹോദരൻ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായി. ഞങ്ങൾ താമസിക്കുന്ന അവിടെയാണെങ്കിൽ കത്തോലിക്കക്കാര് ഹിന്ദുക്കൾ ഒഴിച്ച് വേറെ ഒരു മതക്കാരും ഇല്ല. വേറെ ഒരു ക്രിസ്ത്യൻസും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് മറ്റു ഒരു ക്രിസ്ത്യാനികളെ കുറിച്ചും അറിയത്തില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ കത്തോലിക്കരെന്ന് മാത്രമാണ് അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അല്ലാത്തവരെയൊക്കെ എൻ്റെ ചാച്ചൻ പറയും അവർ ആന്റി ക്രൈസ്റ്റിന്റെ ആൾക്കാരാണെന്ന് പറയും. ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ആങ്ങള വിശ്വാസത്തിൽ വരാൻ ഇടയാകുന്നത്. എൻ്റെ ആങ്ങള വിശ്വാസത്തിൽ വന്നെന്ന് കേട്ടപ്പോഴേക്കും ഞങ്ങളുടെ ആ ദേശത്ത് ആദ്യമായിട്ട് അന്ന് വിശ്വാസത്തിൽ വന്നത് എൻ്റെ ആങ്ങളെയാണ്. ആങ്ങള വിശ്വാസത്തിൽ വന്നത് മുഖാന്തരം ഭവനക്കാരെല്ലാരും വിരോധികളായി തീർന്നു. വിരോധികളായി തീർന്നപ്പോഴേക്കും ഞങ്ങളുടെ അയൽവാസികൾ വരെയും കൂടി പറഞ്ഞു അവനെ തിരിച്ചു വരുത്തണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ കന്യാസ്ത്രീ ആകാൻ പോയിട്ട് എനിക്ക് രോഗിയായതുകൊണ്ട് അവരെന്നെ മടക്കി അയച്ചു എന്ന് പറഞ്ഞു. കാരണം അന്ന് എനിക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ തിരിച്ച് എൻ്റെ വല്യമ്മച്ചിയുടെ മരണത്തിന് വേണ്ടി വന്നപ്പോഴേക്കും ഇവര് വന്നിട്ട് പറഞ്ഞു, ഇനി ബിന്ദുവിനെ വേണ്ട, കാരണം അവക്ക് ഫിക്സിന്റെ അസുഖം വന്നിട്ട് മരുന്ന് കൊടുത്തിട്ട് ഒന്നും അവള് സൗഖ്യമായില്ലെന്ന്. ദൈവത്തിന്റെ കൃപയാൽ 48 വയസ്സാവുന്നു, ഇന്ന് വരെ അങ്ങനെ ഒരു അസുഖം ദൈവകൃപയാൽ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരന്ന്
എന്നെ അങ്ങനെ പറഞ്ഞയച്ചില്ലായിരുന്നെങ്കിൽ ഈ സത്യ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിലേക്ക് വരുവാൻ എനിക്ക് ഒരിക്കലും കഴിയത്തില്ലായിരുന്നു. അവരങ്ങനെ ചെയ്യാൻ ദൈവമായിരിക്കും അവരിൽ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ദൈവത്തിന് അതോർത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം ദൈവമാണ് എല്ലാ കാര്യങ്ങളും മുന്നമേ അറിയുന്നത്. നമ്മുടെ ജനനത്തിന് മുന്നേ സകലവും അറിയുന്ന ദൈവമാണ്. ആ ദൈവം സകലവും നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടേ ചെയ്യത്തുള്ളൂ. അതിനുശേഷം ഞാൻ ദൈവത്തെങ്കിലേക്ക് വരാതെ ആ കന്യാസ്ത്രീയാകാൻ കഴിയാതെ വന്നതുകൊണ്ട് ഞാൻ വളരെ നിരാശയായി. എനിക്ക് പിന്നെ എൻ്റെ ജീവിതത്തിൽ പിന്നെ എനിക്ക് ആഡംബരമായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമായി. പിന്നെ എനിക്ക് പ്രാർത്ഥനയോടുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു. എനിക്ക് പള്ളിയിൽ പോകണമെന്നുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു. എനിക്ക് എങ്ങനെയെങ്കിലും പൈസ സമ്പാദിച്ച് എനിക്ക് ഒത്തിരി ധനമുള്ളവളായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹമായി. ആ സമയത്ത് എൻ്റെ ആങ്ങള നാട്ടിൽ ആദ്യമായിട്ട് ഡൽഹിയിൽ നിന്ന് വരാനിടയായി. ആ സമയത്ത് ആങ്ങളയോട് ഞാൻ പറഞ്ഞു, ഇനി ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല, ആ യേശുവിനെ തള്ളി പറഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇനി ഇവിടുന്ന് പോകുവാണെങ്കിൽ ഞങ്ങൾ 6 പേര്, അപ്പനെ അമ്മയും ഞങ്ങൾ 4 മക്കളെ കൊന്നിട്ട് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാശി പിടിച്ചത് മുഖാന്തരം ആങ്ങള പിന്നെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോയെങ്കിലും അദ്ദേഹത്തിന്റെ അകത്ത് യേശുവിനെ കുറിച്ചുള്ള വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരുന്നു. ഡൽഹിയിലെ സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുമിരുന്നു. അങ്ങനെ 6 മാസമായപ്പോഴേക്കും ഞാൻ വളരെ ശാരീരികമായും വേദനയാലും രോഗത്താലും ഭാരപ്പെട്ടു. ഞാൻ മാനസികമായിട്ടും വളരെ പ്രയാസത്തിലായി. കുടുംബത്തിൽ എല്ലാ രീതിയിലും എനിക്ക് വിരോധമായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ ആങ്ങളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന്. ആ സമയത്ത് ദൈവം എൻ്റെ ആങ്ങളയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. തിരിച്ച് ഡൽഹിയിലെ സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ആങ്ങളെ തിരിച്ച് ഡൽഹിയിൽ എത്തുവാൻ ദൈവം ഇടയാക്കി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി രോഗങ്ങളാൽ എപ്പോഴും ഞാൻ രോഗിയായിരിക്കും. വീട്ടുകാർക്ക് ഞാൻ കാരണം പ്രയാസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. കാരണം എപ്പോഴും അവർ ഞാൻ രോഗിയായിരിക്കുന്നത് കണ്ട് അവർ മടുക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടിയിട്ട് ഒരു രീതിയിലും അസുഖത്തിൽ നിന്ന് എനിക്കൊരു വ്യത്യാസം വരുന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു ജോലി ലഭിച്ചു. ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. എനിക്ക് നാട്ടിൽ തന്നെ അന്നേരം ലാബ് ടെക്നീഷ്യൻ എഴുതി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നാട്ടിൽ ഒരു ജോലി ലഭിച്ചു. അവർ ആ ജോലിയിൽ എന്നെ 2 മാസമായപ്പോഴേക്കും അവർ പറഞ്ഞ്, ഞങ്ങൾ ആരെയും അലലിയ പക്ക എന്ന് വെച്ചെന്ന പൂർണ്ണമായിട്ടും അതിനകത്ത് പെർമനന്റ് ആക്കത്തില്ല, പക്ഷേ നിന്നെ ഞങ്ങൾ അവിടെ പെർമനന്റ് ആക്കാമെന്ന് പറഞ്ഞ അന്ന് രാത്രിയിൽ ഞാൻ സന്തോഷത്തോടെ വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് പാരലൈസിന്റെ അനുഭവമായി. ഒരു സൈഡ് തളർന്നതുപോലെ ആയി. പിന്നെ എനിക്ക് എഴുന്നേക്കാനോ നടക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഈ ജോലി വേണ്ടാന്ന്. അങ്ങനെ ഞാൻ ആ ജോലി വിട്ടപ്പോഴേക്കും ചാച്ചന് ഒന്നുകൂടി എന്നോട് ദേഷ്യമാകാൻ തുടങ്ങി. ഒരു 10 ദിവസത്തോളം എന്നോട് മിണ്ടാതെ ആയപ്പോൾ ഭവനത്തിലെ എല്ലാ സാഹചര്യങ്ങളും വളരെ വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ജീവിക്കണ്ട, ആത്മഹത്യ ചെയ്താൽ മതി. കന്യാസ്ത്രീയാകാൻ പോയിട്ട് അത് നടന്നില്ല, ജോലിക്ക് പോയിട്ടും അതും നടന്നില്ല. ഇനി ഒന്നും എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ മരിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ ആങ്ങളെ ഒന്ന് അറിയിച്ചാലോ എന്ന്. അന്നേരം ഞാൻ ഒരു ലെറ്റർ എഴുതി ആങ്ങളയോട് പറഞ്ഞ്, എന്നെ വിടിവിക്കാൻ പറ്റുമെങ്കിൽ എന്നെ വിടിവിക്കേ, ഞാൻ മരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ട് എൻ്റെ ആങ്ങള ഡൽഹിയിൽ നിന്ന് എനിക്ക് വേണ്ടി ടിക്കറ്റ് കൂടെ എടുത്തുകൊണ്ട് നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്ന് എന്നെയും കൂടെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ ആങ്ങളോട് പറഞ്ഞു, നീ ഇവളെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, 1 ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാൻ ഇവളെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്ത് എല്ലാവരും എന്നെ കൈവിട്ടു, ആർക്കും എന്നോട് ഇഷ്ടമില്ല, ഇനി എന്തിനാണ് ഇങ്ങനത്തെ ഒരു ജീവിതം എന്ന് ചിന്തിച്ച് ഞാൻ ഓർത്ത് എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടുന്ന് പോകും. ഇനി തിരിച്ച് ഞാൻ ഈ നാട്ടിലോട്ടോ എൻ്റെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കാണാൻ ഞാൻ തിരിച്ചു വരത്തില്ല എന്നുള്ള എന്തോടെ ഞാൻ പോയി. ഡൽഹിയിൽ എത്തിയതിന് ശേഷം മനസ്സിലായത്
എൻ്റെ ആങ്ങള താമസിക്കുന്നത് തന്നെ പ്രാർത്ഥന ആ ഭവനത്തിൽ വെച്ചാണ് സൺഡേയിലെ ആരാധന നടക്കുന്നതെന്ന്. അതറിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒന്നുകൂടി ഭയങ്കര വിഷമമായി. എങ്കിലും എൻ്റെ ആഗ്രഹമായിരുന്നു പള്ളിയിൽ എല്ലാം വിരിച്ചിടണമെന്നും, വിരിച്ചിട്ടിട്ട് എനിക്ക് ഞാൻ പുറത്തു പോയി ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന്. പക്ഷേ പള്ളിയിൽ ഞാൻ എല്ലാം വിരിച്ചിട്ടെങ്കിലും ഞാൻ അവരോട് കൂടി ഇരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പലരും എന്നോട് സുവിശേഷം പറയാൻ വരുമ്പോഴേക്കും ഞാൻ അവർക്കെതിരായി നിൽക്കുമായിരുന്നു. ഒരു സഹോദരി എന്നോട് സുവിശേഷം, ആ സമയത്ത് നായർ ഭവനത്തിൽ നിന്ന് വന്ന ഒരു സഹോദരിയായിരുന്നു. പക്ഷെ അവര് പൂർണ്ണമായി വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ അവരെ ഒത്തിരി തെറ്റിക്കാൻ നോക്കി. ഞാൻ ഓർത്ത് അവരെയും കൂടെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ഞാൻ അല്ലെങ്കിൽ പൗലോസിനെ പോലെ ഒത്തിരി പേരെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റാൻ നോക്കി. പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തില് അവര് പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും ദൈവം എന്നെയും അവരെയും ഒന്നിച്ച് സ്നാനപ്പെടാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അതിനു മുന്നേ എനിക്ക് ഒരു രോഗം, കോളറ വന്നു. എല്ലാവർക്കും ആ സമയത്ത് കോളറ വന്നിട്ട് മരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരു ദിവസം എൻ്റെ ആങ്ങളയ്ക്ക് കിട്ടുന്ന 1000 രൂപയായിരുന്നു. 1000 രൂപ ഒരു ദിവസം എൻ്റെ ട്രീറ്റ്മെന്റിനാകുമായിരുന്നു. അങ്ങനെ കണ്ടപ്പോഴേക്കും എനിക്ക് ഇടയ്ക്ക് ബോധം വരികയും പിന്നെ ബോധമില്ലാത്ത അവസ്ഥയിലും ആയപ്പോഴേക്കും ഞാൻ അവിടെ വെച്ച് ഒരു തീരുമാനം എടുത്തു. അവിടെ ഒരു ബൈബിൾ ഇരിക്കുന്നത് കണ്ടു. ആരുടെയോ ബൈബിളായിരുന്നു. ഞാൻ ആ ബൈബിൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതുവരെയും യേശുവിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ സെന്റ് ആന്റണീസോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ദൈവമേ, ഈ വചനം, ഇവര് പറയുന്നതായ യേശു, സത്യത്തിൽ യേശു ജീവിക്കുന്ന ദൈവമാണ്, എന്നെ വിടുവിക്കുമെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചോളാം, എനിക്ക് ഒരവസരം തരണേന്ന് ഞാൻ ആ രാത്രിയിൽ ദൈവത്തോട് പറഞ്ഞു. 94-ലാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ജൂലൈ 31-ാം തീയതി ആയിരുന്നു. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണ്ട, ഡോക്ടർ പറഞ്ഞു മരിച്ചു പോകും, ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും, മരിക്കുന്നെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ കിടന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് താൻ പോയിക്കൊണ്ടിരുന്നതായ ചർച്ചിലെ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ അന്ന് വന്നിട്ട്, പാസ്റ്റർ ജോൺ മത്തായി വന്ന് മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും താൻ വരുമ്പോഴേക്ക് തൻ്റെ അകത്ത് ദൈവാത്മാവ് പറഞ്ഞു പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിട്ട്. പുള്ളി ആ പാസ്റ്റർ വന്നിട്ട് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തന്നു. ആ രാത്രിയിൽ കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. അന്ന് വരെയും എൻ്റെ ശരീരത്തിൽ 5 വർഷമായിട്ട് പലതരത്തിലുള്ള രോഗത്താൽ ഞാൻ ഭാരപ്പെട്ട ആ പൈശാചിക ബാധ അന്ന് രാത്രിയിൽ എന്നെ വിട്ടുമാറി. അന്ന് ദൈവം എന്നെ പൂർണ്ണ സൗഖ്യമാക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ അകത്ത് ഞാൻ ഏറ്റു പറഞ്ഞു, കർത്താവെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേന്ന് ഞാൻ പറഞ്ഞു യേശുവെ വരാനായിട്ട് യേശുവിനെ വിളിച്ചു. എനിക്ക് അന്ന് മനസ്സിലായി, യേശു എൻ്റെ ഉള്ളത്തിലേക്ക് വന്നപ്പോൾ അതുവരെ ഞാൻ പള്ളി പോകുമായിരുന്നെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും എനിക്ക് ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ സമാധാനം എന്ന് പറഞ്ഞ അത് ഞാൻ അനുഭവിച്ചിട്ടില്ല. സമാധാനം പ്രാപിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. എന്നാൽ അന്ന് രാത്രിയില് യേശു എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേന്ന് ഞാൻ യഥാർത്ഥമായി പറഞ്ഞപ്പോഴേക്ക് യേശു എൻ്റെ ഉള്ളത്തിൽ വന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതുവരെ അനുഭവിക്കാത്ത സമാധാനവും സന്തോഷവും കൊണ്ട് ഞാൻ അന്ന് രാത്രി നിറഞ്ഞു. ആ സമാധാനവും സന്തോഷവും ഇന്നും ഞാൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു യേശു എൻ്റെ ഉള്ളത്തിൽ ഇന്നും ഉണ്ടെന്ന്. അന്ന് അതിനുശേഷം എൻ്റെ ജീവിതത്തിനകത്ത് പരിവർത്തനങ്ങൾ, വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കാരണം എൻ്റെ രോഗം കൊണ്ട് അവർ ഒത്തിരി പൈസ നഷ്ടപ്പെട്ടത് കൊണ്ട് അവർക്ക് എന്നോട് വിരോധമായിരുന്നെങ്കിലും അന്ന് രാത്രിയിൽ എൻ്റെ മനസ്സിൽ, അതിനുശേഷം എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി, കർത്താവിനെ അറിയാത്തത് കൊണ്ടാണല്ലോ അവർക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയാതെ പോയത്. എനിക്ക് അവരോട് ക്ഷമിക്കണം.
അവരെ സ്നേഹിക്കണം എന്ന് എന്റെ മനസ്സിലേക്ക് വന്നു. ആദ്യമായി എന്റെ ജീവിതത്തില് അവരോട് ക്ഷമിക്കാനായിട്ടുള്ള ആഗ്രഹമാണ് ആദ്യം വന്നത്. അതിനുശേഷം ഞാൻ എഴുതി അവരെ അയച്ചു, ഞാൻ എനിക്ക് നിങ്ങളോട് സ്നേഹമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിനുശേഷം എന്റെ ജീവിതത്തില് പിന്നെ ഞാൻ സ്നാനപ്പെടാതെ മുന്നോട്ട് പോകുന്നെങ്കിലും ഒരു ദിവസം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ആ വചനം കേട്ടപ്പോ ഞാൻ എഴുന്നേറ്റ് എന്റെ ഭവനത്തിൽ നിന്ന്, ഞങ്ങളുടെ പാസ്റ്റർ താമസിക്കുന്ന ഭവനത്തിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. പക്ഷെ അവര് ഉടനെ എന്നെ സ്നാനപ്പെടാനൊന്നും സമ്മതിക്കുന്നില്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്ന് 3 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴേക്കും 2ാമത്തെ ദിവസം ഞാൻ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയപ്പെട്ടു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വെള്ളത്തിൽ സ്നാനമെടുക്കുവാൻ ഞാൻ പിന്തിരിപ്പിച്ച ആ സഹോദരി ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ ജലത്തിൽ സാക്ഷീകരിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി. ഇന്ന് ഞാനും ആ സഹോദരിയും സുവിശേഷ വേലയിൽ തന്നെയാണ്. ദൈവത്തിന്റെ ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം എന്റെ ഭവനക്കാരെല്ലാവരും എനിക്ക് വിരോധമായി. ചാച്ചനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും എനിക്ക് വിരോധമായി. അവര് പറഞ്ഞു, ഇങ്ങനെ ഒരു മകളില്ല, ഇങ്ങനെ ഒരു എന്നെ ശപിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷം എന്റെ അകത്ത് അന്നേരം അവരങ്ങനെ പറഞ്ഞെങ്കിലും എന്റെ അകത്ത് വളരെ സന്തോഷമായിരുന്നു. എനിക്ക് അവരോട് ഒരു നീരസമോ ഒന്നും തോന്നിയില്ല. കാരണം ക്രിസ്തു എന്റെ ഉള്ളത്തിൽ വന്ന നാൾ എന്നിൽ ആനന്ദം കൊണ്ട് നിറഞ്ഞത് കാരണം എനിക്ക് അവരോട് ഒരു വിരോധവും തോന്നിയില്ല. അങ്ങനെ വളരെ നാൾ അങ്ങനെ നീങ്ങിപ്പോയി. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പിന്നെയും എന്റെ അകത്ത് പിന്നെയും ദാഹം വരാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ദൈവത്തിന്റെ പിന്നെ സുവിശേഷ വേലയോടുള്ള ദാഹം വരാൻ തുടങ്ങിയപ്പോഴേക്കും കർത്താവ് എന്നോട് എന്റെ ജീവിതത്തിൽ അന്ന് പ്രാർത്ഥനയുടെ ഒരു അനുഭവം എപ്പോഴും ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ എപ്പോഴും കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്നത് അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചു. ആ സമയത്ത് ഒരു ദിവസം ഞാൻ ലാബിലായിരിക്കുന്ന സമയത്ത് ഒരു 2 മണിയോട് അടുത്ത സമയത്ത് ഞാൻ ആഹാരം കഴിച്ചിട്ട് ലാബിൽ ഇരുന്നുകൊണ്ട് ഞാൻ അല്പനേരം പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു എന്റെ രക്തത്താൽ ഇങ്ങനെ ക്രൂശിലെ രൂപത്തെ എനിക്ക് ഇങ്ങനെ കാട്ടിത്തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, നീ എനിക്ക് വേണ്ടിയാണല്ലോ ഈ രക്തം ഒഴുക്കിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറുപടിയായ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ ലോകത്തിന് വേണ്ടിയും ഞാൻ ഈ രക്തം ഒഴുക്കിയതെന്ന് പറഞ്ഞു. എന്നിട്ടും നീ എന്നെ അനുസരിക്കുന്നില്ല, നീ എന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കർത്താവെ, ഞാൻ ആ സമയത്ത് അവിടെ വെച്ച് തന്നെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പിന്നെയും ഞാൻ സമർപ്പിച്ചു. കാരണം ചെറുപ്രായത്തിൽ തന്നെ ദൈവം എന്നെ അതിനുവേണ്ടി കണ്ടതാണെന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമായി. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് എന്നെ കണ്ടതും സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ വേർതിരിച്ചതുമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ അപ്പനും അമ്മയ്ക്കും മക്കളുണ്ടാകത്തില്ലായിരുന്നു. എന്റെ ആങ്ങളെ വളരെ നാളുകൾക്ക് ശേഷം 3 വർഷത്തിന് ശേഷം അവർക്ക് ലഭിച്ചു. അതിനുശേഷം 5.5 വർഷം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എന്നെ അവർക്ക് ലഭിച്ചത്. അപ്പോ അങ്ങനെ അവർക്ക് വളരെ നാളുകൾക്ക് ശേഷം ലഭിച്ചതായതുകൊണ്ട് ആ സമയത്തെ അവര് തന്നെ ഞങ്ങളെ 2 പേരെയും ദൈവവേലയ്ക്ക് നേർന്നതായിരുന്നു. പക്ഷെ ആ അനുഭവത്തിൽ നിന്ന്, ചെറുപ്രായത്തിൽ നിന്ന് അങ്ങനെ വന്നതിന് ശേഷം ഈ വലുതായ ജോലിയുടെയൊക്കെ കാര്യം വന്നപ്പോഴേക്കും സുവിശേഷ വേലയ്ക്ക് വേണ്ടി മുന്നോട്ട് തിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ അന്ന് ദൈവാത്മാവ് സംസാരിച്ചു. അതിനുശേഷം ഞാൻ അതിനുവേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം എന്റെ വിവാഹത്തിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, 25 ദിവസത്തിനുള്ളിൽ കല്യാണം ആലോചിച്ച് നിശ്ചയിക്കുമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് 20 വയസ്സ് തികഞ്ഞിട്ട് പോലുമില്ല. ഞാൻ കല്യാണത്തിന് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഈ ബന്ധക്കോസിൽ വരുന്നവരുടെ വിവാഹം നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നടക്കത്തില്ല, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞുപോയി അതിൽ പോയി വിവാഹം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു, കർത്താവെ, ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല,
എനിക്ക് വിവാഹം നടന്നില്ലേലും ഞാൻ കർത്താവിനെ വിട്ടിട്ട് എങ്ങും പോകത്തില്ല. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് ഡയറിയിൽ എഴുതിയിട്ടു, കർത്താവ് എന്റെ യൗവനം ആരും തുച്ഛീകരിപ്പാൻ നീ അനുവദിക്കില്ലേ എന്ന് പറഞ്ഞു. അതിന് കുറച്ച് ദിവസത്തിന് ശേഷം ദൈവം എന്നെ വിവാഹം നടക്കുന്നതും ഓരോ കാര്യങ്ങളും ദൈവം എന്നെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു. അതിനുശേഷം ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജിൽ പോകാനായിട്ട് ആഗ്രഹത്തോടെ എന്റെ ദൈവദാസന്റെ അടുക്കിലേക്ക് ചെന്നപ്പോഴേക്കും ദൈവദാസൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഒരു കല്യാണാലോചന വന്നിരിക്കുന്നു, ഞങ്ങളുടെ പ്രസിഡന്റ് പാസ്റ്ററാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്കത് ആ വ്യക്തിയെ ഞാൻ അറിയുന്ന വ്യക്തിയായിരുന്നു, എന്റെ സഹോദരന്റെ കൂട്ടുകാരനായിരുന്നു. ആ സമയം എനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലായിരുന്നുകൊണ്ട് ഞാൻ ഉഴപ്പി മാറി പോയി വീട്ടിൽ ഒന്നും പറയാതെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വ്യാഴാഴ്ച ദൈവാത്മാവ് എന്നോട് പറഞ്ഞ, എന്റെ പ്രവൃത്തിക്ക് നീ തടസ്സമായി നിൽക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് എന്റെ സഹോദരനോട് പറഞ്ഞു, ഇത് ദൈവത്താൽ വന്നതാണ്, അതുകൊണ്ട് അതിന് യെസ് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞതുപോലെ 25ാമത്തെ ദിവസം എന്റെ കല്യാണം ആലോചിച്ച് നിശ്ചയിക്കപ്പെട്ടു. കാരണം അങ്ങനെ അത് നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ ആങ്ങളയ്ക്ക് ആ ഡിസംബർ മാസം എന്റെ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ ജനുവരി തനിക്ക് തിരിച്ച് നാട്ടിലോട്ട് പോരുകയും എന്നെ അവിശ്വാസത്തിലേക്ക് പോകേണ്ടതായ വഴികളും വരാമായിരുന്നു. എന്നാൽ ദൈവം അതെല്ലാം മുന്നേ കണ്ടതുകൊണ്ട് എന്റെ ആങ്ങള ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പേ എന്റെ വിവാഹം നടത്തുവാൻ ദൈവം ഇടയാക്കി. അതിനുശേഷം എനിക്ക് പിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എന്റെ നെഞ്ചിനകത്ത് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാത്തത് കൊണ്ട് ഉള്ള ഒരു അസ്വസ്ഥതയായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, എന്ന് നീ എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നോ അന്ന് നീ പൂർണ്ണമായി സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഞാൻ ജനുവരി 7-ാം തീയതി ആദ്യമായിട്ട് കർത്താവിന്റെ വചനവുമായിട്ട് പുറത്തുപോയി 97-ല്. അന്നത്തിന് ശേഷം പിന്നെ ആ അസുഖമേ എനിക്ക് വന്നിട്ടില്ല. അതിനുശേഷം കർത്താവിന്റെ വേല ഞാൻ ജോലി വിട്ടിട്ട് ഞങ്ങളുടെ ഓഫീസിൽ, ഈ സംഘടനയുടെ ഓഫീസിൽ ഞങ്ങൾ 5 വർഷത്തോളം അവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് എനിക്ക് വളരെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഭയങ്കര ഭാരമായിരുന്നു. ഓടി നടന്ന് കർത്താവിന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് ആരും അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിലും അതിന്റെ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്നും പോന്നതിന് ശേഷം ആ ആൾക്കാരെല്ലാം വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കി. അതിന് ശേഷം വിവാഹത്തിന് ശേഷം 5 വർഷമായപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് വേലയ്ക്ക് വേണ്ടി പോകണമെന്ന ആഗ്രഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ദൈവം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുധനാഴ്ചയാണ്, ഒരു 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ബുധനാഴ്ച ഒരു 2:30 മണിക്ക് ഉച്ചയ്ക്ക് സമയം പുൾപിറ്റിന്റെ പുറകിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ഒന്ന് കിടന്നതുപോലെ ആയപ്പോഴേക്കും ദൈവം എന്നോട് സംസാരിച്ചു. അതുവരെയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം ലഭിക്കാഞ്ഞത്, അതിനു മുമ്പ് ഒരമ്മച്ചി ഞങ്ങളുടെ കൂടെ താമസിച്ച് അവരെ ഒത്തിരി എന്നെ മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ട് എനിക്ക് അവരോട് ഒരു അസ്വസ്ഥത, എന്നോട് ഇവരിങ്ങനെ ചെയ്യുന്നല്ലോ എന്നുള്ളൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആർക്കും അത് പ്രകടമാകുന്ന രീതിയിൽ ഇല്ലായിരുന്നു. ഞാൻ അവര് പറയുന്ന എല്ലാം കേട്ടനുസരിച്ചെങ്കിലും എന്റെ മനസ്സിന് അവരോട് ഒരു ചെറിയ കയ്പുണ്ടായിരുന്നു. അത് ദൈവം കണ്ടിരുന്നു. എനിക്ക് അതുകൊണ്ട് ആ വിഷയത്തില് ഉത്തരം കിട്ടാതിരുന്നത്. അന്ന് ദൈവം എന്നോട് പറഞ്ഞു, നീ നിന്റെ വസ്ത്രത്തെ അലക്കി ഉടുക്കുക എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് അമ്മച്ചിയോട് ഒരു വിരോധം മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് എന്റെ വിഷയത്തിന് ദൈവം ഉത്തരം തന്നില്ലെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം പോലും ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ആഗ്രഹിക്കുന്ന അവരുടെ ജീവിതത്തില് ചെറുതായാലും വലുതായാലും ഒരു തെറ്റും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ, ഒരു കയ്പും വെച്ചുകൊണ്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വിഷയത്തിന് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ നാം മനസ്സിലാക്കുക, എവിടെയെങ്കിലും
നമ്മുടെ ജീവിതത്തിൽ കുറവുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ വിഷയത്തിന് ഉത്തരം ലഭിക്കാത്തതെന്ന് അന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി. ആ അമ്മച്ചിയോട് എനിക്കുണ്ടായിരുന്ന കയ്പിനെ ഞാൻ വിട്ടു. കർത്താവ് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു, ഇനിയുള്ള സുവിശേഷ വേല ചണ്ഡീഗഡ് 45-ലാണെന്ന് പറഞ്ഞു. ചണ്ഡീഗഡ് അന്ന് ആദ്യമായിട്ട് ഞാൻ പേര് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ ദൈവത്തോട് തിരിച്ചു പറഞ്ഞു, ഇത് പഞ്ചാബിന്റെ തലസ്ഥാനമാണല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ഞാൻ ഉറങ്ങിപ്പോയി. ഇത് ഞാൻ ശബ്ദത്തിൽ കേട്ടു, ഞാൻ ശബ്ദത്തിൽ ഉത്തരം പറഞ്ഞു. അതിനുശേഷം ഞാൻ ഉറങ്ങിപ്പോയതിനു ശേഷം എഴുന്നേറ്റിട്ട് എനിക്ക് ചണ്ഡീഗഡ് 45 മാത്രമേ ഓർമ്മയുള്ളൂ. അവിടെയാണ് എന്റെ വേല, എവിടെ എങ്ങനെ പോകും, ഏത് സ്ഥലമാണ്, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല നമുക്ക് ഡൽഹി വിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഡൽഹിയിൽ തന്നെ ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് 45 ചണ്ഡീഗഡ് 45 വേല വെച്ചിട്ടിരിക്കുന്നു, അതുകൊണ്ട് ദൈവം എന്നെ എപ്പോഴെങ്കിലും അവിടെ അയക്കുമെന്ന് ഞാൻ വിശ്വാസത്തോട് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ കുറച്ച് ഒരു 6 മാസത്തിന് ശേഷം ഞങ്ങളുടെ പ്രസിഡന്റ് വന്നപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം അവിടത്തേക്ക് ദർശനം തന്നെങ്കിൽ ബിന്ദുവിന് ദർശനം കൊടുത്തെങ്കിൽ അത് സാലൂനും കൂടെയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാം. അങ്ങനെ അവർ ഒറ്റ നോക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അവൾ പല സ്ഥലങ്ങൾ കറങ്ങി അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്ക് ഞാൻ ചണ്ഡീഗഡ് 45 എല്ലാവരും എന്നോട് പറഞ്ഞു അവിടുത്തെ പോസ്റ്റ് ഓഫീസ് നമ്പർ ആയിരിക്കും, ചെന്ന് താമസിക്കുന്ന വീടിന്റെ നമ്പർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ എനിക്ക് വ്യക്തമാകാത്തത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ എയർഫോഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ചണ്ഡീഗഡിന് പോയിരിക്കുകയാണ്, ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ ചണ്ഡീഗഡ് 45 എന്ന് പറഞ്ഞത് എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ചണ്ഡീഗഡ് 45 സെക്ടർ ആണ്, അവിടെ ആയിരിക്കും നിങ്ങളെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ രണ്ടാമത് എന്റെ ഹസ്ബൻഡുമായിട്ട് അവിടെ പോയി സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ കുടുംബമായിട്ട് ഈ ജനുവരി മാസം 3-ാം തീയതി ഞങ്ങൾ ഇവിടേക്ക് ചണ്ഡീഗഡിലേക്ക് ആദ്യം വന്നിറങ്ങിയപ്പോഴേക്കും അന്ന് നല്ല തണുപ്പുള്ള സമയമായിരുന്നു. ഇന്ന് 23 വർഷം തികഞ്ഞു. ആ തണുപ്പുള്ള സമയത്ത് ഞങ്ങൾ താമസിക്കാനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പ്. ഞങ്ങൾക്ക് താമസിക്കുന്നിടത്ത് ഞങ്ങൾക്ക് കിടക്കാനായിട്ടോ ഒതയ്ക്കാനായിട്ടോ ഒന്നുമില്ലായിരുന്നു. എങ്കിലും ദൈവം ഞങ്ങളെ ആ സമയത്തൊക്കെ സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചണ്ഡീഗഡിലെ ഞങ്ങൾ പോയി ഇങ്ങനെ വേലയ്ക്ക് വേണ്ടി നടന്ന് പ്രാർത്ഥിച്ച് സ്ഥലം കണ്ടുപിടിച്ച് ദൈവം ഞങ്ങളെ ചണ്ഡീഗഡിലെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ 8 വർഷത്തോളം ആദ്യമായി ഞങ്ങൾ അന്ന് താമസിച്ച് മാർച്ച് മാസമായപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര ചൂട് വന്നപ്പോഴേക്കും ഒരു ഫാന് പോലും ഇല്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ഡൽഹിയിലായിരുന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, ഇനി എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്റെ ദർശനം കാരണമാണല്ലോ ഇവിടെ വന്നേ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അന്ന് രാത്രിയില് ഒരു മനുഷ്യൻ, ഞങ്ങൾ അതിനു മുമ്പും കണ്ടിട്ടില്ല അതിനുശേഷവും കണ്ടിട്ടില്ല, ഒരു മനുഷ്യൻ ഒരു ടേബിൾ ഫാനുമായിട്ട് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ആ പുള്ളിയുടെ പേര് ഡേവിഡ് എന്നാണ്. ആ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് വന്നതാണോ, നിങ്ങൾ ദൈവദാസനാണോ, എന്നോട് ദൈവം പറഞ്ഞു നിങ്ങൾക്ക് ഈ ഫാൻ തരാനെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ആദ്യമായി ഞങ്ങളുടെ ജീവിതത്തില് സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ അറിയാത്ത ദേശത്ത് ആരെയും ഞങ്ങൾ അറിയുന്നില്ല, പക്ഷെ ആദ്യമായി ഒരു ഹിന്ദിക്കാരൻ അന്ന് രാത്രിയിൽ കണ്ടതാണ്. ഇതുവരെയും ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഒരു ദൈവദൂതനെ പോലെ അന്ന് രാത്രി ഞങ്ങൾക്ക് വന്ന് അദ്ദേഹം ആ ടേബിൾ ഫാൻ ഫിറ്റ് ചെയ്ത് തന്നിട്ട് പോയി. അതിനുശേഷം ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് മുന്നോട്ട് നടത്തി. ഞങ്ങൾ 1 വർഷത്തോളം ഞങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായി ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയി. ഒരു ദിവസം എല്ലാ ദിവസവും തിങ്കളാഴ്ച ദിവസം ഞങ്ങളുടെ വീട്ടിൽ പ്രയർ ഉണ്ടായിരുന്നു.
ആ പ്രേയറിൽ വരുമ്പോഴേക്കും അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഒന്നുമില്ലാതെ ഞാൻ പ്രേയറിനകത്തിരുന്ന് ദൈവമേ ഇന്ന് അവർക്ക് എങ്ങനെയാണ് ഇച്ചിരി വെള്ളം കൊടുക്കുന്നത് എന്ന് ഓർത്ത് വിഷമിച്ച് ഭാരപ്പെട്ട് പ്രേയർ കഴിഞ്ഞ് അകത്ത് ചെല്ലുമ്പോഴേക്ക് ഒരു സ്ക്വാഷ് എന്ന് വെച്ചാൽ ഒരു റുഗപ്സ് എന്ന് പറഞ്ഞ ഇവിടെ പറയുന്ന റുഗപ്സ് എന്ന് പറഞ്ഞ ഒരു റുഗപ്സയും ഒരു കിലോ പഞ്ചസാരയും വെച്ചിരിക്കുന്നു. ഞാൻ അത് കണ്ട് അത്ഭുതപ്പെട്ട് കർത്താവെ എന്റെ ഹൃദയത്തിലെ അവർക്ക് വെള്ളം കൊടുക്കുവാൻ എന്തെന്ന് ചോദിച്ച് ഭാരപ്പെട്ടപ്പോൾ ദൈവം അത്ഭുതകരമായി വഴി തുറന്ന്. ഇന്നും എനിക്ക് അറിയത്തില്ല ആരാ അത് കൊണ്ടുവന്നേന്ന്. അതും ദൈവദൂതൻ അവിടെ കൊണ്ടുവന്ന് വെച്ചതുപോലെ ഇന്നും ഇത് അത്ഭുതമായിരിക്കുന്നു. അതിനുശേഷം വളരെ ശാരീരികമായിട്ട് ഒത്തിരി പ്രയാസങ്ങൾ കൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയെങ്കിലും അവിടുന്ന് ഞങ്ങളെ ഓടിച്ചു കളയുവാൻ ശത്രു പല രീതിയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പിന്നെയും ദൈവം ഞങ്ങൾക്ക് അവിടെ നിൽക്കുവാൻ ആവശ്യമായ കൃപയും ശക്തിയൊക്കെ തന്നു. ഞങ്ങൾ അവിടെ നിന്ന് കർത്താവിന്റെ വേല ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും പലരും പല രോഗങ്ങളാൽ ഭാരപ്പെടുന്നവര് പല വ്യാധികളിൽ ആയിരിക്കുന്നവരൊക്കെയും കർത്താവ് ഞങ്ങളെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന ഭൂതങ്ങൾ ബാധിച്ചവര് പല വിധത്തിലെ രോഗങ്ങൾ ബാധിച്ചവര് പ്രാർത്ഥിക്കാൻ നമ്മൾ കൈവയ്ക്കേണ്ട ആവശ്യം പോലുമില്ല. കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവരെ ദൈവം തന്നെ തൊട്ട് സൗഖ്യമാക്കുന്ന അനുഭവമായിരുന്നു ഞങ്ങൾക്ക് കാണാനിടയായത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സഭയുടെ പേര് ബെത്സദ എന്ന് വെച്ചത്. കാരണം ബെത്സദ കുണ്ടിനകത്ത് ഇറങ്ങുന്നവരെ അല്ലെങ്കിൽ ദൂതൻ ആ കുളത്തിൽ ഇളക്കുമ്പോഴേക്കും അതിനകത്ത് ഇറങ്ങുന്നവർ തന്നെ സൗഖ്യമാവുന്നത് പോലെ കടന്നു വരുന്ന രോഗികള് അല്ലെങ്കിൽ ദൈവം തൊട്ട് അല്ലെങ്കിൽ പാസ്റ്റർ തൊടേണ്ട ഞാനും തൊടേണ്ട ആവശ്യം വന്നില്ല. തൊടാതെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി അവർ സൗഖ്യമാകാൻ തുടങ്ങി. അങ്ങനെ പല തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചവര് സൗഖ്യമാകാൻ തുടങ്ങി. അങ്ങനെ സൗഖ്യമായവരിൽ പലരും ഇന്ന് സുവിശേഷ വേലയിലാണ്. ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി 12ഓളം കുടുംബം അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പല ഭാഗങ്ങളിലായിട്ട് ആയിരിക്കുന്നു. അതിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ചുഴലിയുടെ അസുഖം ബാധിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഒരു 12-16 പ്രാവശ്യം നിലത്ത് വീഴുമായിരുന്നു. ആ വ്യക്തി ആദ്യമായിട്ട് വന്ന് ദൈവസന്നിധിയിൽ വന്ന് അന്ന് തന്നെ ദൈവം തന്നെ തൊട്ട് സൗഖ്യമാക്കിയതിനു ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് കർത്താവ് അവനെ സൗഖ്യമാക്കിയെന്ന്. ഇന്ന് UP-യിലെ സുവിശേഷ വേല ചെയ്യുന്നു. 600ഓളം പേര് തന്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. 12ഓളം മന്ത്രവാദികളെ യേശുവിലേക്ക് കൊണ്ടുവരാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. അതിനുശേഷം അങ്ങനെ സന്തോഷമായി പോയി. എന്റെ ആരോഗ്യത്തോട് ഭയങ്കരമായ പോരുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കഴിഞ്ഞ 2022 കർത്താവ് എന്നെ വളരെ ശക്തമായിട്ട് ആ വർഷം മുഴുവൻ ഉപയോഗിച്ചു. ഞാൻ ഇതോട് സംബന്ധിച്ച് 14 സ്റ്റേറ്റുകളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പോകുവാൻ എനിക്ക് കൃപ ചെയ്തു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ ഒറ്റയ്ക്ക് പോകാൻ ഭയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവം സുവിശേഷ വേലയിൽ വന്നപ്പോഴേക്കും ഒറ്റയ്ക്ക് പലയിടങ്ങളിൽ സഞ്ചരിക്കുവാൻ തക്കവണ്ണം ധൈര്യവും ബലവും തന്നു. അല്ലെങ്കിൽ എങ്ങും പോകത്തില്ലാത്ത രീതിയിൽ ഞാൻ ഭവനത്തിൽ ഇരുന്ന ഒരു സമയത്ത് എന്റെ മനസ്സിൽ വന്ന് കർത്താവെ ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് പോകാതിരുന്നാൽ ഒരു താലന്ത് കിട്ടിയ വ്യക്തി അത് കുഴിച്ചിട്ടതുപോലെയുള്ള അവസ്ഥയാണല്ലോ എന്റെ ജീവിതം എന്നോർത്ത് ഞാൻ ഭാരപ്പെട്ടിരുന്നു. അന്ന് ഞാൻ അറിയാതെ കർത്താവിനോട് പറഞ്ഞു, നീ എന്നെ എവിടെ അയച്ചാലും ലോകത്തിന്റെ ഏത് അറ്റത്ത് വരെയും എന്നെ ഒറ്റയ്ക്ക് അയച്ചാൽ കർത്താവ് നീ എന്നോട് കൂടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ നിന്നോട് കൂടെ അല്ലെങ്കിൽ പോകാൻ തയ്യാറാന്ന് പറഞ്ഞു. അന്നു മുതൽ എന്നെ കർത്താവ് പലയിടങ്ങളിലും അയക്കാൻ തുടങ്ങി. അനേകർക്ക് വിടുതലിനായി കർത്താവ് എന്നെ ഉപയോഗിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം 2022 നവംബർ മാസമായപ്പോഴേക്ക് ഞാൻ 17-ാം തീയതി ഡൽഹിയിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. അന്ന് രാത്രി തൊട്ട് ഞാൻ രോഗിയായെന്ന് പറഞ്ഞാൽ അന്ന് എനിക്കറിയത്തില്ല എനിക്ക് എന്തു രോഗമാണെന്ന്. പക്ഷേ ഭയങ്കര അസ്വസ്ഥതയാൽ ഞാൻ ഭാരപ്പെടാൻ തുടങ്ങി. എന്റെ ശരീരത്തിനകത്ത് എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. ആ ഭയങ്കര വേദനയാൽ ഞാൻ ഭാരപ്പെട്ടു. അന്ന് തുടങ്ങി ഞാൻ
ഫെബ്രുവരി മാസം വരെയും ഞാൻ വേദനയാൽ ഭാരപ്പെട്ടു. അതിനുശേഷമാണ് അറിയുന്നത് എനിക്ക് ക്യാൻസർ ആണെന്ന്. പക്ഷെ ആ വേദന വരുമ്പോഴേക്കും, വേദന വരുന്നതിന് മുന്നേ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഗെത്സമനയുടെ അനുഭവത്തിൽ കൂടെ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാനോർത്ത് ഗെത്സമനയുടെ അനുഭവം എന്താണെന്ന് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും എന്താണെന്ന് അത്രേ അറിയില്ലായിരുന്നു. ആ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ ഞാൻ ഗെത്സമനയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഞാൻ അനുഭവിച്ചു യഥാർത്ഥത്തിൽ ഹല്ലേലൂയ കർത്താവ് എന്നോട് കൂടെ ഇരുന്നതും ഹല്ലേലൂയ അത്ഭുതകരമായി ആ സമയത്ത് വേദന വരുമ്പോൾ ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം കൊണ്ട് എന്റെ ശരീരം മുഴുവൻ നിറയുന്നതായിട്ട് ഞാൻ അനുഭവിച്ചു. അന്ന് അതിനുശേഷം അറിയുന്ന എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഈ രോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, വിടുതലിന് വേണ്ടി. കർത്താവെ, നിന്റെ സമയമായിരിക്കുന്ന എന്റെ ശുശ്രൂഷ തികഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, നിന്റെ അടുക്കിലേക്ക് വരാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ സമ്മതിച്ചു. അതിനുവേണ്ടി ഞാൻ 5 ദിവസം എന്നെ തന്നെ ഒരുക്കി. ഞാൻ ഈ പിന്നീട് ചെയ്യേണ്ടതായ ജോലികൾ എന്തെല്ലാം ചെയ്യണോ, അതിനൊക്കെ ചെയ്യേണ്ട ആരെ കൊണ്ടൊക്കെ എന്തൊക്കെ ചെയ്യിപ്പിക്കണോ അതിനൊക്കെ ചുമതലപ്പെടുത്താനായിട്ട് ഞാൻ എല്ലാം എഴുതി വെച്ചപ്പോഴേക്കും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ രോഗത്താൽ നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. നിനക്ക് ഹിസ്കിയാവിന് കിട്ടിയതുപോലെ സൗഖ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പിന്നെ വിശ്വസിച്ചു, കർത്താവെ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മാർച്ച് മാസം ദൈവം എനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു. എന്റെ സൗഖ്യമാകുവാൻ കഴിയാത്തവണ്ണം ആ സമയത്ത് ഓപ്പറേഷൻ നടക്കാതിരിക്കാൻ തക്കവണ്ണം എനിക്ക് ഷുഗർ ബാധിച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ആ സമയം ദൈവം എന്നെ പൂർണ്ണമായിട്ട് അത്ഭുതകരമായിട്ട് എന്നെ സൗഖ്യമാക്കി. റേഡിയേഷൻ വേണം, മറ്റേ കീമോതെറാപ്പി വേണം എന്നൊക്കെ പല ഡോക്ടർമാരും പറഞ്ഞെങ്കിലും അനേക ദൈവമക്കളും അനേക ദൈവദാസന്മാരും ദാസിമാരും എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യം പോലും എനിക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. പക്ഷെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് പൂർണ്ണമായ സൗഖ്യം തന്നു. എനിക്ക് കീമോയുടെ ആവശ്യം വന്നില്ല, റേഡിയേഷന്റെ ആവശ്യം വന്നില്ല. അല്ലാതെ തന്നെ ദൈവം എന്നെ പൂർണ്ണമാക്കി സൗഖ്യമാക്കി. ഇന്നുവരെയും ദൈവം എന്നെ അതിനുശേഷം സൗഖ്യത്തോടെ ആക്കിയിരിക്കുന്നു. അതിനുശേഷം പിന്നെയും ശുശ്രൂഷയിൽ പിന്നെയും ഞാൻ മുന്നോട്ട് പോകാൻ കഴിയാതെ 6 മാസത്തോളം ഭവനത്തിൽ ഇരുന്ന ഒരു ദിവസം ശത്രു എന്നോട് പറഞ്ഞ്, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എന്നെ അന്ന് വളരെ മാനസികമായിട്ട് പീഡിപ്പിച്ചു. അന്ന് രാത്രി ഞാൻ ഒച്ചത്തിൽ ദൈവസന്നിധിയിൽ കരഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് ജീവൻ പിന്നെ തന്നെങ്കില്, കർത്താവിന്റെ മഹത്വത്തിനല്ലെങ്കിൽ എനിക്ക് ഈ ജീവൻ എന്തിനാണെന്ന് കർത്താവിനോട് ചോദിച്ചു. അന്ന് രാത്രിയില് ഏതോ ഒരു ദൈവദാസി എനിക്കൊരു മെസ്സേജ്, ഒരു വചനം അയച്ചു. നീ ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞു. ആ മെസ്സേജ് ഒരു വാക്കായിരുന്നു. ആ വാക്ക് ഞാൻ അറിയുന്ന ഒരു ദൈവദാസി അല്ല, ഞാൻ അറിയാത്ത ഏതോ ഒരു ദൈവദാസി എനിക്കൊരു വാക്കിൽ കൂടെ ഒരു മെസ്സേജ് 7 മണിയായപ്പോൾ എനിക്ക് അയച്ചു. 7:05 എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നു. പക്ഷെ അന്ന് രാത്രി ഞാൻ അത് വായിച്ചപ്പോഴേക്കും, കർത്താവെ, നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. കാരണം എനിക്ക് വിഷമം വരുന്നതിന് മുന്നേ ദൈവം എനിക്ക് ആശ്വാസത്തിന് വേണ്ടി നിന്റെ വചനം എനിക്ക് തന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞ് അന്നത്തിന് ശേഷം സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 3-ാം തീയതി തൊട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പിന്നെ യാത്ര ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇന്നുവരെയും പിന്നെ സുവിശേഷയിൽ പലയിടങ്ങളിൽ പോകുവാൻ ദൈവം എന്നെ പിന്നെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പിന്നെയും ജീവിതത്തിൽ ഞങ്ങൾക്ക് ദൈവം ഒരു പ്രശ്നത്തിൽ കൂടെ കടത്തിവിട്ട് എന്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ ഈ വർഷം 2024 മെയ് ആയപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നു, എന്റെ ഹസ്ബൻഡിനും ക്യാൻസർ പോലെ എന്തോ ഒരു അസുഖം വരുന്നതായിട്ട് എന്റെ മനസ്സിലേക്ക് വന്നു.
അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, എനിക്ക് വന്നതുപോലെ എന്റെ ഭർത്താവിന് വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് അസുഖം വന്നപ്പോൾ എന്റെ സഹോദരങ്ങൾ, കാരണം എന്റെ അമ്മ ക്യാൻസർ രോഗത്താൽ മരിച്ചു. അത് കാരണം എന്റെ ഇളയ ആങ്ങള അവർ വിശ്വാസത്തിലല്ല. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, എന്റെ ചേച്ചി ഇത്രയും കർത്താവിന് വേണ്ടി നിന്നിട്ടും അവർക്കും ക്യാൻസർ വന്നു എന്ന് അവർക്കൊരു ഭാരം വന്നു. പക്ഷെ ദൈവം എന്നെ അതിൽ നിന്ന് വിടിവെച്ചു. ഞാൻ എന്റെ ഹസ്ബൻഡിന് അങ്ങനെ വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു വയറുവേദന വന്നു. പിന്നെ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിന് കിഡ്നിക്കകത്ത് ട്യൂമർ ആയിരുന്നു. 2.5 കിലോളം ട്യൂമർ അദ്ദേഹത്തിന്റെ കിഡ്നിയോടുള്ള സംബന്ധിച്ച് വളർന്നിട്ട് ഈ കഴിഞ്ഞ നവംബർ മാസം 13-ാം തീയതി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് സംബന്ധിച്ച് വേറെ ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല. ഒരു ചെറിയ വേദന മാത്രമേ അദ്ദേഹത്തിന് വന്നുള്ളൂ. ഇപ്പോഴും ദൈവത്തിന്റെ കൃപയാൽ പൂർണ്ണമായി അദ്ദേഹം സൗഖ്യമായിരിക്കുന്നു. അതങ്ങനെ മുന്നോട്ട് പോയായിരുന്നെങ്കിൽ ക്യാൻസർ പോലെ എന്തെങ്കിലും അസ്വസ്ഥത തനിക്ക് ഉണ്ടാകാമായിരുന്നു. ഒരു കിഡ്നിയും അല്ലെങ്കിൽ അത് മാറ്റേണ്ടി വന്നെങ്കിലും ഇപ്പോഴും പൂർണ്ണമായി കർത്താവ് ആരോഗ്യവും ശക്തിയും ബലവും എന്റെ ഭർത്താവിന് കൊടുത്തിരിക്കുന്നു. എന്റെ ഭവനത്തിൽ നിന്ന് ഇതുവരെയും എന്റെ മൂത്ത സഹോദരൻ ഒരു ദൈവദാസനാണ്, ഏജിയിലെ അറിയപ്പെടുന്ന ഒരു ദൈവദാസനാണ്. ബെന്നി പി ചാക്കോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവർ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്നാൽ എന്റെ കുടുംബത്തില് മറ്റ് എന്റെ സഹോദരങ്ങളാകട്ടെ, 3 സഹോദരങ്ങളും ഇതുവരെയും വിശ്വാസത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഭവനക്കാരെല്ലാം ഞങ്ങൾക്ക് വിരോധമായിരുന്നു. എന്നാൽ ഇപ്പോൾ വിരോധമില്ല. പക്ഷെ ദൈവം ഇപ്പോഴും അവരിൽ പ്രവർത്തിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ചാച്ചനായിരുന്നു ഏറ്റവും കൂടുതൽ എതിരായിട്ട് നിന്നത്. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ എന്നോട് പറയുമായിരുന്നു, നീ വിശ്വസിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നരകത്തിൽ പോകുന്നതെന്ന് പറയുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അദ്ദേഹം വളരെ രോഗിയായിട്ട് 10 ദിവസത്തോളം ആരോട് സംസാരിക്കാതെ കിടക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജില്, കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് എന്റെ അമ്മായിയുടെ മകൻ എന്ന് വെച്ചാൽ ചാച്ചന്റെ പെങ്ങടെ മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബിന്ദു, നമ്മൾ എല്ലാവരും വിശ്വാസത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മാതാപിതാക്കൾ ഈ അവസ്ഥയിൽ തന്നെ കിടന്ന് നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് ഫലം? അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ആ വാക്കുകള് എന്റെ മനസ്സിലേക്ക് കൊണ്ട് ഞാൻ ഓർത്ത്, ശരിയാണല്ലോ, അമ്മയും രോഗത്താൽ മരിച്ചു, പക്ഷെ അമ്മയെയും യേശുവിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ചാച്ചനെ അങ്ങനെ പോകാൻ പറ്റത്തില്ല. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവമേ, നിന്റെ വചനം പറയുന്ന അല്ലെങ്കിൽ നീ കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നുള്ള വചനം ഞാൻ മുറുകെ പിടിച്ചങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവെ, എന്റെ ചാച്ചനെ എനിക്ക് ഇവിടുന്ന് ജീവനോട് കൊണ്ടുപോകണം. ചാച്ചനിൽ കൂടെ ആ പിശാച് എന്നോട് പറയുമായിരുന്നു, അല്ലെങ്കിൽ നീ ഇവിടുന്ന് എന്റെ ഡെഡ് ബോഡിയെ കൊണ്ടുപോകത്തുള്ളെന്ന്. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോട് പറഞ്ഞു, ഇല്ല, ഞാൻ ജീവനോട് കൊണ്ടുപോകും. ഒരു രാത്രിയില് അദ്ദേഹം വളരെ രോഗത്താൽ ഭാരപ്പെട്ട് ഡോക്ടർമാർ വന്ന് നോക്കി. ഡോക്ടർ പറഞ്ഞ്, ഇതിനൊരു അസുഖവും ഇപ്പൊ ഇല്ല, ഞങ്ങൾ എന്ത് മരുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് മനസ്സിലായി, പിശാച് ചാച്ചനെ അല്ലെങ്കിൽ ലോകത്തിൽ മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന്. എന്റെ ഇളയ സഹോദരൻ അവിശ്വാസിയാണ്. ആ സഹോദരൻ ഒഴിച്ച് വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് അവിടെയുള്ള ആൾക്കൂട്ടം എല്ലാം ചാച്ചൻ ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ് അതിന്റെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ, അന്യഭാഷയിലും ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഞാൻ അങ്ങ് ഷൗട്ട് ചെയ്തും പിശാചിനെ ശാസിച്ചു അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 2 മണിക്കൂറോളം പ്രാർത്ഥിച്ച് ഒരു 9:30 തൊട്ട് 11:20 വരെയും പ്രാർത്ഥിച്ച് ശക്തമായിട്ട്, അതോടൊപ്പം എന്റെ സഹോദരന് ഞാൻ ഈ സന്ദേശം അയച്ചതുകൊണ്ട് അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരും എന്റെ ഹസ്ബൻഡും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയം തന്നെ ദൈവം എന്റെ ചാച്ചനെ പൂർണ്ണമാക്കി വിടുവിച്ചതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ചാച്ചൻ യേശുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിച്ചു. അതിനുശേഷം ചാച്ചൻ വെള്ളത്തിൽ സ്നാനപ്പെട്ട് 2.5 വർഷമേ ജീവിച്ചുള്ളെങ്കിലും
പിന്നെ ആ 2.5 വർഷം ദൈവം അത്ഭുതമായിട്ട് തന്നെ ഹല്ലേലൂയ അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്ത് ഉപയോഗിച്ച് 2.5 വർഷത്തിന് ശേഷം ഒരു പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന 21 ദിവസം നടക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹം കർത്താവിനോട് ചേർക്കപ്പെടുവാൻ ഇടയായി. അത് മാത്രം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ആകെ ആ ചാച്ചൻ ഒഴിച്ച് വേറെ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ എന്റെ ബന്ധുക്കൾ ആരും വിരോധികളല്ല, എല്ലാവരും ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലം തന്നെ. എങ്കിൽ അവരും ദൈവത്തിങ്കിലേക്ക് വരണമെന്ന്, ഈ സത്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്നെ വിടിവിച്ച ആ ദൈവം എന്റെ കുടുംബത്തെയും വിടിവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇപ്പോൾ ഞങ്ങളുടെ ദേശത്ത് ഞാനും എന്റെ സഹോദരൻ മാത്രമല്ല അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് അവിടെ അനേക സഭകളും അല്ലെങ്കിൽ ആൾക്കാരും വിശ്വാസത്തിൽ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ ചണ്ഡീഗഡില് കർത്താവിന്റെ വേലയില് നിന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് ഇതുവരെ ഞങ്ങൾ ഉപയോഗിച്ചു. ഇനിയും ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരന് 7 പ്രാവശ്യം അറ്റാക്ക് വന്നു. 7 പ്രാവശ്യം അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ആകുമ്പോഴേക്കും ആ വ്യക്തി തീർന്നു പോകും. പക്ഷേ 7 പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടും ദൈവം അദ്ദേഹത്തെ വിടിവിച്ചു. ഇന്നും പുള്ളി പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അതുപോലെ 4 പേര് ക്യാൻസർ ബാധയാൽ ഭാരപ്പെട്ടു. ഞാനും വേറെ 3 പേരും കൂടെ. അതിൽ 3 പേരെയും കർത്താവ്, ഒരാളുടെ ആണെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, എല്ലാ ശരീരത്തിൽ മൊത്തം വ്യാപരിച്ചിട്ടും ദൈവം ആ സഹോദരിയെയും പൂർണ്ണമായിട്ട് കഴിഞ്ഞ വർഷം സൗഖ്യമാക്കി. അതിനു മുൻപ് 3 പേര് മറ്റു വേറെ അങ്കിളിനെയും, അത് 70 വയസ്സിന് മുകളിലുള്ള ഒരു അങ്കിളാണ്, പക്ഷെ ആ അങ്കിളിനെയും കർത്താവ് പൂർണ്ണമാക്കി സൗഖ്യമാക്കി. ഒരമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മച്ചിയെ 5 തരത്തിലുള്ള ക്യാൻസർ അവരെ ബാധിച്ചു, പക്ഷെ ദൈവം അവർക്കും പൂർണ്ണ സൗഖ്യം കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ 4 ക്യാൻസർ രോഗികളെ ദൈവ സൗഖ്യമാക്കിയപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന് ഒരു പനി പോലെ ഒരു ക്യാൻസറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ക്യാൻസറോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും വലിയ രോഗങ്ങളാൽ ഭാരപ്പെട്ട് വിഷമിക്കുന്നെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. ദൈവം നിങ്ങളെ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാണ്. ആരുടെയെങ്കിലും ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ ഇല്ലെങ്കിൽ ആ യേശുവിലേക്ക് വാ. ഞാൻ യേശുവിങ്കിൽ വന്നപ്പോൾ, യേശുവിനെ എന്റെ ഉള്ളത്തിലേക്ക് വിളിച്ചപ്പോ അന്ന് എന്റെ ജീവിതത്തിൽ ദൈവം തന്ന സമാധാനവും സന്തോഷവും ഇന്നും ഞാൻ അനുഭവിക്കുന്നു. കർത്താവിങ്കിൽ വന്നാൽ അവൻ നിന്നെ വെറുതെ വിടത്തില്ല, അവൻ നിന്നെ അനാഥയായി വിടത്തില്ല, അവൻ നിന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. ഇന്നും കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ കുടുംബമായി കർത്താവ് സംരക്ഷിച്ചു, സുരക്ഷിതരാക്കി ഞങ്ങൾ ഇതുവരെ നിർത്തിയിരിക്കുന്ന അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് ഈ സമയം അനുവദിച്ചു തന്ന ദൈവദാസിയോടും അല്ലെങ്കിൽ ജോയ്സ് ടിവിയോടുമുള്ള എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തില് വിശ്വാസം വർദ്ധിക്കുവാനും അതോടൊപ്പം ക്രിസ്തുവിനോട് കൂടെ നടക്കുവാനും ഇത് കാരണമായി തീരട്ടെ. ഇനിയും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ദൈവം അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുവാൻ ആ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. എന്തെങ്കിലും വ്യാകുലതകൾ ഉണ്ടെങ്കിൽ ക്രിസ്തുവിലേക്ക് അടുത്തു വന്നാൽ മതി. അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതി. കർത്താവുടെ അത്ഭുതം പ്രവർത്തിക്കും. എന്റെ ജീവിതത്തിൽ ചെയ്തോ, നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുവാൻ ആ ദൈവം മതിയായ ദൈവമായിരിക്കുന്നു. ആമേൻ. ദൈവം ഈ സമയം അനുഭവിച്ചു തന്നു ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ആ സഹോദരി ദൈവദാസിയോടും ജോയ്സ് ടിവിയോടും പിന്നെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തെ ഞാൻ നിർത്തുന്നു. ആമേൻ. കർത്താവിന്റെ ദാസി, കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും, കർത്താവ് സൗഖ്യമാക്കിയത്, കർത്താവ് പോറ്റി പുലർത്തിയത് എല്ലാം കേൾക്കുവാൻ, കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങളെല്ലാം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അത് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഈ സമയം ദൈവത്തിന്റെ ദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സർവശക്തിയുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഈ നല്ല പകൽക്കാലം ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർക്കുന്ന ആരെങ്കിലും കർത്താവേ ഹല്ലേലൂയ രോഗത്താലോ
അല്ലെങ്കിൽ മാനസികമായ അവസ്ഥയിൽ തളർന്ന അവസ്ഥയിലോ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവരോ അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തില് പിന്നെയും ശക്തീകരിക്കേണ്ട സ്ഥലങ്ങളെ ശക്തീകരിക്കുവാൻ, വിടേണ്ട കാര്യങ്ങളെ വിട്ട് കർത്താവിനോട് പിന്നെയും ചേരുവാൻ അവർക്ക് ആവശ്യമായ കൃപയും ധൈര്യവും ബലവും അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന, പ്രത്യേകിച്ച് ജോയ്സ് ടിവിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ മാധ്യമത്തിൽ കൂടെ കർത്താവെ, അല്ലെങ്കിൽ അങ്ങയുടെ സാക്ഷ്യം വഹിക്കുവാൻ അനേകരെ കർത്താവ് ഇതിൽ കൂടെ ഉപയോഗിക്കുമ്പോൾ കർത്താവെ, അത് മുഖാന്തരം ഈ ജോയ്സ് ടിവി മുഖാന്തരം അനേകര് കർത്താവിന്റെ സാക്ഷ്യം അവരുടെ ഇടയിൽ എത്തിച്ച് അനേകർക്ക് സൗഖ്യത്തിനും വിടുതലിനും ആശ്വാസത്തിനും മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് കർത്താവെ ഇതിനവസരം ഒരുക്കി തന്ന ദേവദാസിയോട് കർത്താവെ അനുഗ്രഹിക്കണം. അവര് കർത്താവെ അത്ഭുതകരമായി പിന്നെയും ഉപയോഗിക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങൾക്ക് ചെയ്തതെന്ന എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായും സ്തോത്രം സമ്പൂർണമായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ ദേവദാസി, ഇതുവരെ ഇതിന് നമ്മുടെ ദേവദാസിയുടെ ബ്രദറൊക്കെ എവിടെയാണ് ഇപ്പോൾ? എന്റെ ആങ്ങള ഡൽഹിയില് AG ചർച്ചിലെ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. നേരത്തെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്റർ പോലെ കേരളത്തിലായിരുന്നു. ഇപ്പൊ അവര് ഡൽഹിയിലാണെങ്കിലും അവര് ഉത്തരാഖണ്ഡിലേക്ക് പോകാനായിട്ട് പുതിയ ഒരു വർക്ക് എടുത്ത് അങ്ങോട്ട് പോകാനായിട്ട് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആങ്ങളുടെ കുടുംബവും അവര് വിശ്വാസത്തിലാണ്. അവരുടെ 2 മക്കളും എന്ന് വെച്ചാൽ മൂത്ത മാനിപ്പോ NDCയില് BDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന, 4ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതോടൊപ്പം മറ്റൊരു മോൻ ജോലിയിലുമായിരിക്കുന്നു. അവര് കുടുംബം വിശ്വാസത്തില്. ബാക്കി എന്റെ സഹോദരിമാരെ വിശ്വാസത്തിലില്ല, ഇളയ സഹോദരൻ വിശ്വാസത്തിലില്ല. അവർ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം അവർ ഈ സത്യത്തിലേക്ക് വരട്ടെ അതിനു വേണ്ടി. തീർച്ചയായിട്ടും ദേവദാസിയുടെ അറിവില് നമുക്ക് സാക്ഷ്യം തരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ നമ്പറുകൾ നമുക്ക് തന്നാൽ ഉപകാരമായിരിക്കും. മുമ്പേ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഒരു ഹിന്ദു സഹോദരിയുടെ കാര്യം. അവരിപ്പം കർത്താവിന്റെ വേലയിലാന്ന് പറഞ്ഞു. ലത സിസ്റ്റർ എന്നാണ് അവരുടെ പേര്. ഞാൻ അവരുടെ ഫോൺ നമ്പർ തരാം. ഞാൻ ഇത് വാട്സാപ്പിലേക്ക് അയച്ചു തന്നേക്കാം. ഓക്കെ. അതുപോലെ ആരെങ്കിലും ദേവദാസി പോകുന്നിടത്തോ വരുന്നിടത്തോ ഒക്കെ നല്ല സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സാക്ഷ്യങ്ങൾ തന്നാൽ നമുക്ക് അത് നമ്മുടെ ചാനലിലൂടെ ഇടാം. ഹിന്ദി സാക്ഷ്യങ്ങളൊക്കെ ഇടുന്നതിൽ ഞങ്ങൾ ഹിന്ദി ഒരു ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു, പക്ഷെ അത് അങ്ങ് നിർത്തി ഇപ്പം. കാരണം ഇപ്പൊ അത് ചിലപ്പം പബ്ലിഷ് എല്ലാവരും പറയത്തില്ല. പലരെയും സമീപിച്ചപ്പം ഭയം, എല്ലാവർക്കും ഇച്ചിരി പേടിയുണ്ട്. അതുകൊണ്ട് എന്തോ ചെയ്തില്ല. ഹിന്ദിക്കാരാണെങ്കിൽ ഒത്തിരി സാക്ഷ്യമുള്ളവര് നമ്മുടെ ഇടയിലുണ്ട്. പല ചങ്ങലയിട്ട് വെച്ചിരുന്ന ഒരു കൊച്ചെന്ന് പറഞ്ഞാൽ അവൻ 28 വയസ്സ് ഉള്ളപ്പോൾ ചങ്ങലയിട്ട് വെച്ചിരിക്കുന്ന, ചെറുപ്പം മുതലേ അവൻ രോഗിയായിരുന്നു. പക്ഷെ ദൈവം അവന് പൂർണ്ണ വിടുതൽ കൊടുത്തു. ഇപ്പൊ അവർ ചങ്ങലയൊന്നും ആവശ്യമില്ല, മരുന്ന് വേണ്ട, ദൈവം അവനെ സൗഖ്യമാക്കി. ആ കുടുംബത്തിലെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. 7 പ്രാവശ്യം ആ പുള്ളിക്ക് അറ്റാക്ക് വന്നിട്ടും ദൈവം അദ്ദേഹത്തെയും പൂർണ്ണമായി വിടിവിച്ചു. അങ്ങനെ ഒത്തിരി ഉണ്ട്. ദൈവം അത്ഭുതമായിട്ട് ഇവിടുത്തെ വേലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവര് വന്ന് പബ്ലിക്കായിട്ട് പറയാമോ സാക്ഷി? അവർക്ക് വല്ല പ്രോബ്ലംസ് വല്ലതും ഉണ്ടാകുമോ എന്നുള്ളതാണ്. പിന്നെ എല്ലാരും നമ്മുടെ ചാനലിൽ കൂടെ അവർ ഹിന്ദിക്കാരാണ്, മലയാളികളല്ല. നമ്മുടെ എല്ലാരും ഹിന്ദിയിൽ സാക്ഷ്യം എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഞാൻ അവരോട് ചോദിക്കാം. അവര് ഇത്ര ഇങ്ങനെ അവർക്ക് പറയാൻ അറിയത്തില്ല. അതെ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാം. ഓക്കെ. കർത്താവിന്റെ വലിയ വിടുതല് ദേവദാസിയെ കർത്താവ് ഉപയോഗിക്കട്ടെ. എല്ലായിടത്തും കർത്താവ് പോകാനുള്ള കൃപയൊക്കെ തരുന്നുണ്ടല്ലോ. നമ്മുടെ പ്രവർത്തനങ്ങൾ ഉള്ളിടത്താണോ അതോ നമ്മുടെ സിസ്റ്ററിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഉള്ളിടത്താണോ പോകുന്നത്, അതോ കർത്താവ് വിളിക്കുന്ന ആരെങ്കിലും വിളിക്കുന്നിടത്ത്? പ്രവർത്തനങ്ങൾ ഉള്ളിടത്തും മറ്റു സ്റ്റേറ്റുകളിലും പോകാറുണ്ട്. പലരും മറ്റേ സംഘടനക്കാരൊക്കെ വിളിക്കുമ്പോഴേക്കും എനിക്ക് ദൈവം ഒരു
ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പ്രവചന ശുശ്രൂഷയോടൊപ്പം തന്നെ പ്രവചനാത്മാവിൽ വചന ശുശ്രൂഷിക്കാൻ ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ദൈവം അനേകർക്ക് കൂടുതലും ദൈവദാസന്മാരെയൊക്കെ താങ്ങുവാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സഭകളിലും അങ്ങനെ പല ഉപവാസ പ്രേയറുകളിലാണ് കൂടുതലും എന്നെ ഉപയോഗിക്കുന്നത്. അങ്ങനെ പോകും. ദേവദാസി കർത്താവ് സഹായിക്കട്ടെ. പ്രവചനപരമെന്ന ഗിഫ്റ്റ് കർത്താവ് തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലോ ദേവദാസി? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഓക്കെ, ഇപ്പം മറ്റേത് ഓഫല്ലേ? മറ്റേതെല്ലാം തീർന്നു. ഇപ്പൊ നമ്മള് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഇതെല്ലാം തീർന്നു. ഇതിപ്പോ നമ്മൾ വെറുതെ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നു. പ്രാർത്ഥിച്ച കർത്താവ് എന്തെങ്കിലും ആലോചന തരുന്നെങ്കിലോ ഒന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി മനാരഘടഗതികൾ കമനേരി ഘടകം ചൂടക്കമനാരഘടഗതികല ഘടക ശമ്പൽ പ്രഭാരഗതിക രഹസ്യ ഉടകരാദികല ഘടഗതികൾ കമനേരി ഘടകം ചൂടകരഗതികരാരഘടകരഗതികൾ കമനാരഘടക രഹസ്യ. ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസിയോട് ആലോചനയായി പറയുന്നത്, ഇവൽക്കൗടാരഘട അരിഘടകൽക്കൗടെ എരിഘടകസി, പലയിടങ്ങളിൽ നിന്നും നിന്നെ ഓടിച്ചു കളയുവാൻ ശത്രു ശ്രമിച്ചെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന. ഉടമനാരഗതികൾക്കൗടെ എരിഘടകസ്യ, ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പലപ്പോഴും വാദിച്ചിട്ടും ഇവൾക്കവിടെ ശത്രുവിനോട് എതിർത്ത് നിന്ന് ഇവൾക്കവിടെ പോരാടുവാൻ ഒരു ദെബോരെ പോലെ ഞാൻ നിന്നെ കരങ്ങളിൽ എടുത്തെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന. ഉടമനാരഗതേരിഘടകൾ കമനാരഘടകം ഷൂടകരഹസ്യ, ഇപ്പോഴും ഇവൾക്കവിടാരഘടകതികൾക്കൗടേരിഘടകസ്യ, ശാരീരികമായി പീഡിപ്പിക്കുവാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവൾക്കവിടാരഘടകരഗതികൾക്കൗടേരിഘടകരക സമ്പൽക്കൗട ഒരു നായാട്ടിന്റെ അനുഭവം പോലെ റിവൽക്കൗടാരഘടകരഗതികൾക്കൗടാരഘടകസ്യ, ഒരു നായ് റിവൽക്കൗട നിന്ന് റിവൽക്കൗടാരഘടകരഹസ്യ നിനക്ക് വിരുദ്ധമായി നിന്ന് പോരാടുന്ന ഒരു അനുഭവത്തെ ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുകയാണ്. അതേ റിവൽക്കൗടാരഘടകതികലകരഗതികരക ചുടകരഹസ്യ, രണ്ട് വ്യക്തികൾ നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തില് ഇവൾക്കോട് വിരുദ്ധമായി എഴുന്നേൽക്കുകയും ഇവൾക്കോട് മാനസികമായി പീഡിപ്പിക്കുവാൻ നോക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെ ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുന്ന. ഉടമനാരഘടകതികലഘടകരഹസ്യ, പലപ്പോഴും ഉടഞ്ഞു പോയെന്ന് ചിന്തിച്ചതാണ്. എന്നാൽ റിവൽക്കൗടാരഘടകരഗതികൾക്കൗടേരിഘടകരഹസ്യ, ദൈവം നിന്നെ പിന്നെ ശക്തീകരിച്ച് എഴുന്നേൽപ്പിച്ചെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന. ഉടമനാരഘടകതികൾക്കൗടേരിഘടകരഹസ്യ, ഈ ജോയസ് ടിവിയിൽ കൂടെ മാത്രമല്ല റിവൽക്കൗടാരഘടകരഗതികൾക്കൗട മറ്റ് ചില മിനിസ്ട്രികളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന. ഉടമനാരഗതികൾക്കമനേരിഘടകരഹസ്യ, അനേകർക്ക് വിടുതലിന് നീ കാരണമാണ്. അനേകർക്ക് നീ അമ്മയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന. ഉടമനാരഗതികൾക്കമനേരിഘടകം അസ്തുരാജകരഘടകൾക്കൗടേരിഘടകരഹസ്യ, എന്നാൽ രണ്ട് വിഷയങ്ങളാൽ നിന്നെ ഭാരപ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന. ഉടമനാരഘടകരഗതികൾക്കവിടെ തലയ്ക്കകത്ത് ഇവൾക്കവിടെ ചില അസ്വസ്ഥതകളെ വരുത്തി മാർച്ച് മാസത്തിന്റെ അവസാന ദിവസങ്ങളില് ശക്തമായി റിവൽക്കൗട് നിന്നെ റിവൽക്കൗടാരഘട രോഗിയാക്കുവാൻ നോക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന. ഉടമനാരഘടകരഹസ്യ, വെളിപ്പാടില്ലാത്ത സ്ഥലത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്ന മര്യാദ വിട്ട് നടക്കുന്നവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന. ഉടമനാരഘടകരഗതികൾക്കൗടേരിഘടകരഹസ്യ, ഈ റിവൽക്കൗട് ഫെബ്രുവരി മാസത്തില് ചില റിവൽക്കൗട് വ്യക്തികൾ നിന്റെ അടുക്കൽ കടന്നു വന്ന റിവൽക്കൗടാരഘടകരഗതികൾക്കവനേരിഘടകരഹ ചതിയിൽ കൂടെ റിവൽക്കൗട് നിന്നെ ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കും. ഉടമനാരഗതികൾക്കൗടാരഘടകരഹസ്യ, അതിനാൽ നീ റിവൽക്കൗട് സൂക്ഷ്മതയോടെ ആയിരിക്കട്ടെ, ബുദ്ധിയോടും വിവേകത്തോടും കാര്യങ്ങൾ ചെയ്യട്ടെ. ഇവൾക്കൗടാരഘടകരഗതികൾക്കൗടേരിഘടകരഹസ്യ, ഇവൾക്കൗട് എല്ലുകളോട് ശക്തമായി പോരുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന. ഉടമനാരഘടകരക ചില സമയങ്ങൾ നീർക്കെട്ടൽ പോലെ വന്നിട്ട് അസ്വസ്ഥതപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളും കൊണ്ടുവരുന്ന. നീ ദിവസങ്ങൾ ശക്തമായി പോരാ
പോരാടി ഇവൾക്കൗടാരഘടകരഗതികൾക്കൂടെ മുന്നോട്ട് എഴുന്നേൽക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന ഈ ദിവസങ്ങളില് റിവൽക്കൗട് ഞാൻ നിന്നെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. അനേകർക്ക് വിജയത്തിന് അനേകർക്ക് വേണ്ടി റിവൽക്കൗട് വിജയത്തിന് കാരണമാക്കി തീർക്കുവാൻ എനിക്ക് നിന്നെ കുറിച്ച് ഉദ്ദേശമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന ഈ ദിവസങ്ങളിൽ പിന്നെയും ഏൽപ്പിച്ച് കൊടുക്കുക. ഉടമനാരഘടകരഗതികൾക്കൗടെ ഈ 3 മാസം റിവൽക്കൗടാരഘടകരഹസ്യ ജനുവരി മാസത്തിന്റെ അവസാന ദിവസങ്ങൾ തൊട്ട് റിവൽക്കൗട ഏപ്രിൽ മാസത്തിന്റെ ആരംഭം മതി റിവൽക്കൗട് പലതരത്തിലുള്ളതായ റിവൽക്കൗട് അനുഭവങ്ങൾ കൂടെ കടത്തിവിടുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ധൈര്യത്തോട് നിൽക്കട്ടെ. റിവൽക്കൗടാര പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവിന് ജീവകിരീടം കൊടുക്കുന്നത് പോലെ ഇവൾക്കൗട് ഈ പരീക്ഷ ഘട്ടങ്ങളിൽ നീ ജയിക്കുക എന്ന ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്ന ഉടമനാരഘടകരഗതികൾക്കൗടേരിഘടകരഹസ്യ റിവൽക്കൗടാരഘട പ്രവർത്തിക്കുവാൻ കഴിയാത്തവണ്ണം ശരീരത്തെ റിവൽക്കൗടാർ അസ്വസ്ഥപ്പെടുത്തുമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന സകല അന്ധകാര ശക്തികള് അതിൻ്റെതായ റിവൽക്കൗടാര കാര്യങ്ങളെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഉടകരാദികലഘടകം ജൂഡക്കടകരഗതികരഘടകരഗതികരഘടകരഹസ്യ റിവൽക്കൗടാരഘടകരഗതികൾക്കൗടേരിഘടകസ്യ 4 പേർ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തെ ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുകയാണ്. ഉടകരാദികൾക്കൗടേരിഘടകരഹസ്യ ഉടകരഗതികൾക്കൗടാരഘടകം ജൂഡക്കമനേരിഘടകരഹസ്യ റിവൽക്കൗടാരഘട 4 പേർ ചേർന്ന് നിന്ന് റിവൽക്കൗടാർ നിന്റെ കരത്തെ റിവൽക്കൗടാർ ബലപ്പെടുത്തി നിർത്തുന്ന ഒരു അനുഭവത്തെ ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുന്ന ഈ ദിവസങ്ങൾ പിന്നെയും നീ ഏൽപ്പിച്ചു കൊടുക്ക. ഞാൻ നിന്നെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമെന്ന ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദേവദാസി